നമസ്കാരം. ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ലിയോ 14 മാർപ്പാപ്പയുടെ ജീവിതത്തെയും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ വത്തിക്കാന്റെ ചരിത്രത്തെയും ആസ്പദമാക്കി വത്തിക്കാൻ ന്യൂസ് നിർമ്മിച്ച പുതിയ ഡോക്യുമെന്ററി ലിയോ ഇൻ റോം ജൂലൈ 1 പുറത്തിറങ്ങും. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും സഭ നേരിട്ട വലിയ വെല്ലുവിളികളെയും ലിയോ 14 മാർപ്പാപ്പ നടത്തിയ സുപ്രധാന തീരുമാനങ്ങളുമാണ് ഈ ഡോക്യുമെന്ററിയുടെ കാതൽ. ആധുനിക സാമൂഹിക പ്രബോധനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാപ്പ തൊഴിലാളികളുടെ അവകാശങ്ങൾക്കും സാമൂഹിക നീതിക്കും വേണ്ടി നടത്തിയ ഇടപെടലുകൾ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. സഭയുടെ ചരിത്രത്തിൽ താല്പര്യമുള്ളവർക്കും ഗവേഷകർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന ഈ ഡോക്യുമെന്ററി വത്തിക്കാൻ ന്യൂസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലും യൂട്യൂബ് ചാനലിലും ലഭ്യമാകും. സഭയുടെ പാരമ്പര്യങ്ങളെയും ചരിത്രപരമായ വഴിത്തിരിവുകളെയും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് ഈ സംരംഭത്തിലൂടെ വത്തിക്കാൻ ലക്ഷ്യമിടുന്നത്. സമാധാനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് വത്തിക്കാനിൽ ചേർന്ന കൺസിസ്റ്ററിയുടെ ആദ്യദിന സമ്മേളനം സമാപിച്ചു. കത്തോലിക്ക സഭയിലെ കർദിനാൾമാരുടെ സമ്മേളനത്തിൽ ആഗോളതലത്തിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളും സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകതയുമാണ് പ്രധാനമായും ചർച്ചയായത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധങ്ങളും അക്രമങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സമാധാനത്തിന്റെ ദൂതന്മാരായി സഭ പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യവും യോഗം എടുത്തു പറഞ്ഞു. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ദരിദ്രർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും വേണ്ടി ശബ്ദമുയർത്തുന്നതിനും കർദിനാൾമാർ പ്രതിജ്ഞാബദ്ധരാണെന്ന് യോഗത്തിനു ശേഷം വത്തിക്കാൻ വക്താക്കൾ വ്യക്തമാക്കി. ഹോണ്ടുറാസിൽ നടന്ന ദേശീയ യുവജന സംഗമത്തിൽ പങ്കെടുത്തത് 50,000-ഓളം കത്തോലിക്ക വിശ്വാസികൾ. വിശ്വാസത്തെ ആഘോഷമാക്കുന്നതിനും യുവാക്കളെ സഭയുടെ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി സംഘടിപ്പിച്ച ഈ കൂടിച്ചേരൽ വലിയൊരു ആത്മീയ അനുഭവമായി മാറി. ഹോണ്ടുറാസിലെ വിവിധ രൂപതകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് യുവാക്കളാണ് ഈ സംഗമത്തിൽ പങ്കെടുക്കുവാനെത്തിയത്. പ്രാർത്ഥനകൾ, ദിവ്യബലി, സംഗീതം, ക്രിയാത്മകമായ ചർച്ചകൾ എന്നിവ ഈ യുവജന സംഗമത്തിന്റെ പ്രധാന ആകർഷണങ്ങളായിരുന്നു. ആയിരക്കണക്കിന് യുവാക്കളുടെ ഈ ഒത്തുചേരൽ ഹോണ്ടുറാസിലെ കത്തോലിക്ക സഭയുടെ വലിയൊരു മുന്നേറ്റമായാണ് വിലയിരുത്തപ്പെടുന്നത്. സഭയുടെ ഭാവി തലമുറയുടെ ആത്മീയ ഉണർവ് വ്യക്തമാക്കുന്നതായിരുന്നു ഈ കൂടിച്ചേരൽ. നീതി, ഭരണഘടനാ മൂല്യങ്ങൾ, നിയമപരമായ ഉത്തരവാദിത്തങ്ങൾ, സാമൂഹിക പ്രതിബദ്ധത എന്നിവ ചർച്ച ചെയ്യുന്നതിനായി തെലുങ്ക് ലോയേഴ്സ് ആൻഡ് റിലീജിയസ് ഫോറത്തിന്റെ വാർഷിക സമ്മേളനം ഗുണ്ടൂരിൽ നടന്നു. ജൂൺ 26 ചിഗുരു ഡോൺ ബോസ്കോ നവജീവൻ ബാലഭവനിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. നിയമവിദഗ്ധരും പുരോഹിതന്മാരും മതപരമായ ശുശ്രൂഷകൾക്ക് ഉൾപ്പെടുന്നവരും സമ്മേളനത്തിൽ പങ്കെടുത്തു. നീതിയും മനുഷ്യന്റെ അന്തസ്സും സംരക്ഷിക്കുന്നതിൽ നിയമവിദഗ്ധരുടെയും വിശ്വാസ സമൂഹത്തിന്റെയും പങ്കിനെക്കുറിച്ച് ചർച്ചകൾ നടന്നു. സമൂഹത്തിൽ നീതിയും നിയമ അവബോധവും ഉറപ്പാക്കുന്നതിനായുള്ള വലിയൊരു ചുവടുവെപ്പാണ് ഈ വാർഷിക സമ്മേളനമെന്ന് സംഘാടകർ വിലയിരുത്തി. കാലിക്കറ്റ് സർവകലാശാലയുടെ കീഴിൽ മണ്ണൂത്തി ഡോൺ ബോസ്കോ കോളേജിൽ ആരംഭിച്ച BA ക്രിസ്ത്യൻ സ്റ്റഡീസ് കോഴ്സിന്റെ ആദ്യ ബാച്ച് മികച്ച വിജയത്തോടെ പുറത്തിറങ്ങി. കേരളത്തിൽ ആദ്യമായാണ് ക്രിസ്ത്യൻ പഠനശാഖയിലും ദൈവശാസ്ത്രത്തിലും ബിരുദതലത്തിൽ ഇത്തരമൊരു കോഴ്സ് നടപ്പിലാക്കുന്നത്. ദൈവശാസ്ത്രത്തോടൊപ്പം മാനേജ്മെന്റ് സ്റ്റഡീസ്, ഭാരത സംസ്കാരം, കേരള നവോത്ഥാനം, വിമൻ സ്റ്റഡീസ്, മാനസികാരോഗ്യം, പരിസ്ഥിതി, ആധ്യാത്മികത തുടങ്ങിയ വിവിധ വിഷയങ്ങളും ഈ കോഴ്സിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കോഴ്സിന് പ്രായപരിധി ബാധകമല്ല എന്നത് വലിയൊരു പ്രത്യേകതയാണ്. ഉന്നത പഠനം ആഗ്രഹിക്കുന്ന യുവജനങ്ങൾക്കും പഠനം പാതി വഴിയിൽ മുടങ്ങി വീണ്ടും വിദ്യാഭ്യാസം തുടരുവാൻ ആഗ്രഹിക്കുന്നവർക്കും വീട്ടമ്മമാർക്കും ഈ കോഴ്സ് മികച്ച അവസരമാണ് ഒരുക്കുന്നത്. ദൈവശാസ്ത്രത്തെയും വിശുദ്ധ ഗ്രന്ഥങ്ങളെയും ആഴത്തിൽ പഠിക്കുവാൻ താല്പര്യമുള്ള ഏവർക്കും പ്രവേശനത്തിനായി കോളേജ് അധികൃതരെ സമീപിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും ഡോൺ ബോസ്കോ കോളേജ് മണ്ണൂത്തിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുകയോ കോളേജ് ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെടുകയോ ചെയ്യാം. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.